കണ്ണൂരിൽ വനവാസി വയോധികയ്ക്ക് തൊഴിലുറപ്പ് ജോലി നിഷേധിച്ചെന്ന പരാതിയിൽ നടപടി. പേരാവൂർ ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസർ പഞ്ചായത്തിൽ നിന്ന് റിപ്പോർട്ട് തേടും. BJP നൽകിയ പരാതിയിന്മേലാണ് നടപടി. തൊഴിൽ നിഷേധിച്ച തൊഴിലുറപ്പ് മീറ്റുമാരിൽ നിന്ന് ഉൾപ്പെടെ വിശദീകരണം ആവശ്യപ്പെടും. വ്യാഴാഴ്ചയാണ് CPM സമരത്തിൽ പങ്കെടുക്കാത്തതിനെ തുടർന്ന് ലക്ഷ്മിക്ക് തൊഴിൽ നിഷേധം ഉണ്ടായത്. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുകയാണ്. മിഥുൻ, നമ്മൾ റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ് ലക്ഷ്മിയുടെ ദുരിതം എന്നുള്ളത്. എന്തായാലും വനവാസി വയോധികയ്ക്ക് തൊഴിൽ നിഷേധമുണ്ടായ സംഭവത്തിൽ കൃത്യമായ ഒരു നടപടി ഉണ്ടാകുന്നു. BJPയുടെ പരാതിയിലാണ് നടപടി. എന്തൊക്കെ കാര്യങ്ങളാണ് ഇത് സംബന്ധിച്ച് ഏറ്റവും പുതുതായി അപ്ഡേറ്റ് ചെയ്യാനുള്ളത്? രാജി, കണ്ണൂർ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന CPM അനുകൂല തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സമരത്തിൽ പങ്കെടുത്തില്ല പറഞ്ഞാണ് വനവാസി വിഭാഗം തൊഴിലാളി സ്ത്രീക്ക് തൊഴിൽ നിഷേധിച്ചത്. പേരാവൂർ മുരിങ്ങോടി കോളനിയിലെ ലക്ഷ്മിക്കാണ് ഈ തൊഴിൽ നിഷേധമുണ്ടായത്. പണിയെടുക്കാൻ പോയ ലക്ഷ്മിയെ പണിസ്ഥലത്ത് നിന്ന് മടക്കി അയക്കുകയും ചെയ്തു. സംഭവം നമ്മൾ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. തൊട്ടു പിന്നാലെയാണ് BJP നേതൃത്വം പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. CPMന്റെ സമരത്തിൽ പങ്കെടുത്തില്ല എന്ന് പറഞ്ഞ് തൊഴിൽ നിഷേധിച്ചത് അംഗീകരിക്കാനാകില്ല എന്നും BJP നേതൃത്വം വ്യക്തമാക്കിയിരുന്നു. തൊട്ടു പിന്നാലെയാണ് പേരാവൂർ ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസർ പേരാവൂർ പഞ്ചായത്തിൽ നിന്ന് റിപ്പോർട്ട് തേടാൻ തീരുമാനിച്ചത്. തൊഴിൽ നിഷേധിച്ച തൊഴിലുറപ്പ് മേറ്റുമാരിൽ നിന്നും വിശദീകരണം തേടാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം തൊഴിലുറപ്പ് പണിക്ക് ആളുകൾ കൂടുതലായതുകൊണ്ടാണ് ലക്ഷ്മിയെ മാറ്റിയത് എന്നാണ് മേറ്റുമാർ നൽകുന്ന വിശദീകരണം. എന്നാൽ സമരത്തിൽ പങ്കെടുക്കാത്ത ആളുകളെ കൂട്ടേണ്ട എന്ന നിലപാട് സ്വീകരിച്ചെന്ന് ഈ മേറ്റുമാർ തന്നെ പറയുന്ന വീഡിയോയിൽ നേരത്തെ പുറത്തു വന്നിരുന്നു. അതായത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട വിശദീകരണം ചോദിക്കാൻ ശ്രമിച്ചത് കൃത്യമായി BJPയുടെ ഇടപെടൽ ഇതിന് പിന്നിലുണ്ട് എന്ന് തന്നെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. രാശി, കണ്ണൂരിൽ വനവാസി വയോധികയ്ക്ക് തൊഴിലുറപ്പ് ജോലി നിഷേധിച്ച സംഭവത്തിലാണ് BJPയുടെ പരാതി ഉണ്ടായത്. ഈ പരാതിയിൽ ഇപ്പോൾ നടപടി ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരം.